ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്നൊരു അടിപൊളി ഹോം ഡെക്കറാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. അതിൻ്റെ മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഹോം ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് ബലൂണും ജൂട്ട് ത്രെഡും ഗ്ലൂ ആണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിതാ ഒരു ബലൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്ലൂ എടുത്തിട്ടുണ്ട്. കൂടുതൽ ഗ്ലൂവും കുറച്ച് വെള്ളമാണ് കേട്ടോ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ജൂട്ട് ത്രെഡിൻ്റെ വലിയൊരു പീസ് എടുത്തിട്ട് ആ ഗ്ലൂ അതിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ആ ഗ്ലൂവിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ ബലൂണ് വീർപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്ലൂ ആക്കിയിട്ടുള്ള ആ ത്രെഡ് നമുക്ക് ആ ബലൂണിലൊന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ ബലൂണ് മുഴുവനായിട്ട് ചുറ്റണം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ബലൂണ് മുഴുവനായിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ ചുറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ചും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിനൊന്ന് ഡ്രൈ ആക്കാൻ വെക്കാം. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ സമയം തന്നെ ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത് നന്നായിട്ട് തന്നെ ആ ഗ്ലൂ ഒക്കെ നല്ല പോലെ ഉണങ്ങിയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ ത്രെഡൊക്കെ ഒന്ന് കട്ടിയായിട്ടുണ്ടാവും. ഇനി നമ്മൾ ആ ബലൂണ് അതിൻ്റെ അകത്തുനിന്ന് എടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ആ ബലൂണ് അതിൽ വിട്ട് വരും. എന്നിട്ട് പൊട്ടിച്ചിട്ട് നമ്മളത് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ബലൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ജൂട്ട് ത്രെഡിന് പകരം നിങ്ങൾക്ക് കോട്ടൻ്റെ ത്രെഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ. പിന്നെ ഇതിൽ നമുക്ക് ബൾബ് അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് തൂക്കിയിടാം. ഒരു ഹാങ്ങിങ് ലൈറ്റ് ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ LED ലൈറ്റ് താഴെ വെച്ചിട്ട് ഇതുപോലെയൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇതും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത് വെച്ചിട്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും ഒരു ഷോ പീസ് പോലെയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ആ റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ബോട്ടിലിൻ്റെ അടപ്പിൽ ജൂട്ട് ത്രെഡ് ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ആ ബോട്ടിലിൻ്റെ ക്യാപ്പിലും ജൂട്ട് ത്രെഡ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ വെയിറ്റിന് വേണ്ടിയിട്ട് ഒരു 2-3 കല്ലും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ജൂട്ട് ത്രെഡിൻ്റെ ബോൾ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ അത് രണ്ടും ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒട്ടിച്ചപ്പോൾ ആ ജോയിൻറ്റിൽ ഒരു റൗണ്ടും കൂടെ ജൂട്ട് ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ബൗളിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഭാഗത്തും ജൂട്ട് ത്രെഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലെല്ലാം ഞാൻ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചെറിയ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ അങ്ങനെ ചെയ്താൽ ഒന്നുകൂടെ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ.
പിന്നെ ഇതുപോലത്തെ ചെറിയ ലീവ്സ് ഉണ്ടല്ലോ, നമ്മൾ ജൂട്ട് ത്രെഡിൻ്റെ കൂടെയൊക്കെ ചുറ്റിയിട്ട് വരുന്ന ഹെയർ ബാൻഡിലൊക്കെ ഉണ്ടാവും. ചെറിയ ലീവ്സുകൾ ഉണ്ടെങ്കിൽ ഈ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ചുറ്റും ഒട്ടിച്ചു കൊടുത്താൽ അപ്പം നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ ലീവ്സ് ഇങ്ങനെ ചെറിയ ലീവ്സുകൾ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2-3 ടൈപ്പ് ലീവ്സ് ഇങ്ങനെ ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, പിന്നെ ആ താഴെ കുറച്ച് ഭാഗത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇനി അതിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഫ്ലവേഴ്സ് ലീവ്സ് ഒക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പേപ്പർ ബാഗ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു പക്ഷിക്കൂട് പോലെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്നിങ്ങനെ ഒരുമിച്ച് പിടിച്ച് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് കിട്ടുമ്പം അതിലുണ്ടാവുന്ന ഒരു ടൈപ്പ് പേപ്പറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിപ്പോൾ പല കളറിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഒരു ഗിഫ്റ്റ് വന്നതിൻ്റെ ബോക്സിലുണ്ടായിരുന്നതാണ്, അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഈ ബ്രൗണും ഗ്രീനും കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്കുള്ള ബേർഡിനെ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബേർഡുകൾ ചെറുത് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ അത് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ വൂളൻ ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഈ കോഴിക്കുട്ടികൾ നമ്മൾ വൂളൻ ത്രെഡ് മാത്രം വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ട് നോക്കണേ. ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഐക്കാർഡിലും ഒന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വൂളൻ ത്രെഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു പക്ഷിയാണിത്. ഇതും നമ്മൾ കുറച്ച് ചുള്ളികളും അതുപോലെ ഈ പക്ഷീനെയൊക്കെ വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് നോക്കണം. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തൂക്കിയിടാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ജൂട്ട് ത്രെഡ് അതിലിങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി. എന്നിട്ട് ചെറിയ LED ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്നിങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ഇട്ടാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ട്രൈ ചെയ്ത് കണ്ട് പിക്ചറൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ട്രൈ പിക്ചേഴ്സ് കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.